ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ട്വിറ്റർ ഫിക്ഷൻസ് ആണ്. ട്വിറ്റർ ഫിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കുന്ന ചെറിയ ചെറിയ കഥകൾ, അതായത് ചെറിയ ലൈക്ക് 1-2 സെൻറ്റൻസ് ചിലപ്പോൾ കാണുള്ളൂ ഹാർഡ്ലി, അല്ലെങ്കിൽ കൂടി വന്നാൽ 3-4 സെൻറ്റൻസ്. അതിൽ തന്നെ ഒരു കഥ പറഞ്ഞു പോകുന്ന ഫീലിൽ നമ്മൾ വായിക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവാറുണ്ട് അത്, ട്വിറ്ററിലാണ് കൂടുതലായിട്ടും അത് കാണാറുള്ളത്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പോപ്പുലർ ഡിജിറ്റൽ മീഡിയ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ജോണറായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ ഇതിലൊരു ഡയറക്റ്റ് ലിങ്ക് തന്നിട്ടുണ്ട്. അതിനകത്ത് കുറേ അധികം ഉണ്ട്. ആ സെറ്റിൽ 4 നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇയാൻ റാങ്കിൻ്റെ ഒരു ട്വിറ്റർ ഫിക്ഷനാണ്. 2-3 സെൻറ്റൻസേ ഉള്ളൂ. എന്താ നോക്കാം നമുക്ക്. ഇതൊരു സാറ്ററിറ്റിസ്റ്റ്, കുറച്ച് എന്താ പറയുക, ഹ്യൂമറും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ അതിനെ നമുക്ക് 2 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. I opened the door to our flat and you were standing there, clever raised. Somehow you had found out about the photos. My jaw hit the floor. അപ്പം എന്താ പറയുന്നത്, എക്സാക്റ്റ് മീനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ നമ്മുടെ ഫ്ലാറ്റിലേക്കുള്ള വാതിൽ തുറന്നു വന്നപ്പോൾ നീ അവിടെ നിൽപ്പുണ്ടായിരുന്നു, ക്ലീവർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ക്ലീവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചി വെട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ, ബച്ചേഴ്സ്, അവരുടെ കയ്യിലുണ്ടാകുന്ന വലിയ നമ്മൾ മീറ്റൊക്കെ മുറിക്കുന്ന ടൈപ്പ് കത്തിക്കാണ് ക്ലീവർ എന്ന് പറയാം. സംഹൗ യു ഹാഡ് ഫൗണ്ട് ഔട്ട് അബൌട്ട് ദ ഫോട്ടോസ്. എങ്ങനെയോ നീ എന്തോ ഒരു ഫോട്ടോസിനെയാണ് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നത്, കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ. മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് ലിറ്ററൽ മീനിങ് നോക്കുകയാണെങ്കിൽ എൻ്റെ താടി നിലത്ത് മുട്ടി എന്നുള്ളതാണ്. പക്ഷേ അത് ആക്ച്വലി നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു ഇഡിയമാണ്, ഒരു എന്താ പറയുന്ന യൂസാണ്, ഭാഷാപ്രയോഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോക്കിനെ അല്ലെങ്കിൽ സർപ്രൈസ്ഡായ രീതിയെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു പ്രയോഗമാണ് മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ. അതായത് ഞാൻ ഞെട്ടിപ്പോയി അല്ലെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ അത്ഭുതത്തിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഷോക്കിൻ്റെ ഒരു എക്സ്റ്റെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഇഡിയമാണിത്, മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ എന്നുള്ളത്. ഞാൻ അത്രയ്ക്ക് അധികം അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നരേറ്റർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവിഹിത ബന്ധം എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അതിൻ്റെ എവിഡൻസ് ആയിട്ടുള്ള ഫോട്ടോ അദ്ദേഹത്തിൻ്റെ വൈഫ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ആണെന്ന് വെച്ചാൽ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരിൽ നടക്കുന്ന അത് ഒരു കൺഫ്രണ്ടേഷൻ ആയിരിക്കണം ഈ സ്റ്റോറിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ വാതിൽ തുറന്നു വന്നു, അന്നേരം നീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ കയ്യിൽ ഈ ഇറച്ചി വെട്ടുന്ന പോലത്തെ കത്തി ഉയർത്തിപ്പിടിച്ച് നീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, നീ ഫോട്ടോയെക്കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ട്. മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ. അപ്പോൾ ഈ മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ എന്നുള്ളത് ഇവിടെ 2 രീതിയിൽ ഉദ്ദേശിക്കാം. എയ്തർ നീ, അതായത് ഈ അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇത് കണ്ടുപിടിച്ചു എന്നുള്ള സർപ്രൈസ്, കാരണം നരേറ്റർ ആ സർപ്രൈസ് കാണിക്കാൻ അല്ലെങ്കിൽ ആ ഷോക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നരേറ്റർ പറയുന്നതായിരിക്കാം മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ. അല്ല എന്നുണ്ടെങ്കിൽ അവർ ഫിസിക്കലി ഹാം ചെയ്തിട്ടുണ്ടാവണം നരേറ്ററിനെ, അതുകൊണ്ട് അദ്ദേഹം താഴെ വീണു, അങ്ങനെ മൈ ജോ ഹിറ്റ് ദ ഫ്ലോർ എന്നുള്ളതും ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുന്നത്, ഡാർക്ക് ഹ്യൂമർ കൈൻഡ് ഓഫ് സ്റ്റോറിയാണ്. കുറച്ച് കോമിക്കലാണ്, എന്നാൽ അതിനകത്ത് ഒരു സസ്പെൻസും കിടപ്പുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഡേവിഡ് ലോഡ്ജിൻ്റെ ഒരു സ്റ്റോറിയാണ്, വിച്ച് ഈസ് ബേസിക്കലി ഒരു സെൻറ്റൻസ്. യുവർ മണി ഓർ യുവർ ലൈഫ്. ഐ എം സോറി മൈ ഡിയർ, but you know it would kill me to lose my money, said the partially deaf miser to his wife. അർത്ഥം നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ പൈസയാണോ നിങ്ങളുടെ ജീവിതമാണോ വലുത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയുകയാണ് എന്ത്, ഐ എം സോറി, എന്നോട് ക്ഷമിക്കണം, മൈ ഡിയർ, യു നോ ഇറ്റ് വുഡ് കിൽ മീ ടു ലൂസ് മൈ മണി. എന്താ പറയുക, എൻ്റെ പൈസ നഷ്ടപ്പെടുന്നത് എനിക്ക് എൻ്റെ ജീവൻ പോകുന്നതിന് തുല്യമാണ് എന്നാണ് ആര് പറയുന്നത്, പാർഷ്യലി ഡെഫ് മൈസർ ടു ഹിസ് വൈഫ്. പാർഷ്യലി ഡെഫ് അതായത് അധികം ചെവി കേൾക്കാത്ത, ചെവി വളരെ കുറവുള്ള മൈസർ എന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ, അറുത്ത കൈക്ക് ഉപ്പ് തയ്ക്കാത്ത ആളാണ്, പിശുക്കൻ എന്നുള്ള അർത്ഥത്തിലാണ്. ടു ഹിസ് വൈഫ്, അയാളുടെ ഭാര്യയോട് പറയണം. അപ്പോൾ ബേസിക്കലി അയാളുടെ ഭാര്യ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ വേണോ നിങ്ങളുടെ ജീവൻ വേണോ? അപ്പോൾ ഇയാൾ എന്താ പറയുന്നത്, ഇയാൾക്കത് ഫുള്ളായിട്ട് മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം എന്നുള്ളത്. സോ അദ്ദേഹം ആ ചോദിച്ച ചോദ്യം മനസ്സിലാക്കുന്നത് തെറ്റായിട്ടാണ്. അപ്പോൾ
അതിലേറ്റവും കൂടുതൽ ചാൻസ് എന്നുള്ളത് അദ്ദേഹം ചിലപ്പോൾ യുവർ ലൈഫ് എന്നുള്ളത് യുവർ വൈഫ് എന്നായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ പൈസ വേണോ, നിങ്ങളുടെ ഭാര്യ വേണോ എന്നായിരിക്കും അദ്ദേഹം കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ അയാൾ പറയുന്നത് എന്താ, നീ എന്നോട് ക്ഷമിക്കണം, കാരണം എന്താ, എനിക്ക് എൻ്റെ ജീവന് തുല്യമാണ് എനിക്കെന്നെ പൈസ, അപ്പോൾ എൻ്റെ പൈസ പോകുമെന്ന് പറഞ്ഞാൽ എനിക്കെൻ്റെ ജീവൻ പോകുന്നതിന് തുല്യമാണ് എന്നാണ് അയാൾ ഭാര്യയോട് പറഞ്ഞത്. സോ ബേസിക്കലി ഒന്നെങ്കിൽ അയാളുടെ ഭാര്യയാണ് അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, എന്ത് നിങ്ങളുടെ പൈസ വേണോ നിങ്ങളുടെ ജീവൻ വേണോ, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ വല്ല എന്താ പറയുന്നത് കൊള്ളക്കാരോ അല്ലെങ്കിൽ പിടിച്ചുപറിക്കാരോ അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താതിരിക്കാം. അപ്പോൾ ആ സമയത്ത് പുള്ളി ചോദിച്ചത് കേട്ടത് എന്താ, യുവർ മണി ഓർ യുവർ ലൈഫ് എന്നുള്ളതിന് പകരം യുവർ മണി ഓർ യുവർ വൈഫ് എന്നായിരിക്കും പുള്ളി കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഹി വാസ് റെഡി ടു സാക്രിഫൈസ് ഹിസ് വൈഫ് പൊക്കോട്ടെ, എനിക്ക് പൈസ മതി എന്നാണ് അദ്ദേഹം വൈഫിനോട് പറഞ്ഞത്. പക്ഷേ ആക്ച്വലി വൈഫ് എന്നല്ല അവർ ഉദ്ദേശിച്ചത്, ലൈഫ് എന്നാണ്, നിങ്ങളുടെ ജീവൻ വേണോ നിങ്ങളുടെ പൈസ വേണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അയാളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര ഒരു സർക്കാസ്റ്റിക്കാണ്. സർക്കാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുന്നത്, കുറച്ച് പരിഹസിച്ച് പറയുന്ന പോലെയാണ് അദ്ദേഹത്തിന് മറുപടി എന്ന് പറയുന്നത്. അടുത്തത് സോഫി ഹന്ന എന്ന് പറഞ്ഞ റൈറ്ററിൻ്റെ ഒരു 4 സെൻറ്റൻസ് ഉള്ളൊരു എന്താ പറയുന്നത് സ്റ്റോറിയാണ്. വായിക്കുമ്പം ഒരു റൈറ്ററിൻ്റെ ലൈഫ് പോലെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് എന്താ പറയുന്നത് സെൽഫ് റെഫറൻഷ്യലായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷേ അതിനൊരു ഫാൻറ്റസി ടച്ചും ഉണ്ട്, കുറച്ച് സൈക്കോപാത്തിക് ടച്ചും ഉണ്ട്. ഐ ഹാഡ് ലാൻഡ് മണി ഫോർ ഈച്ച് റിജക്റ്റഡ് നോവൽ ഐ ബിൽറ്റ് one house. Ben had to drown because he bought plot 15. My 15th book, The Victim Drowned. അപ്പോൾ എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നു, പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓരോ നോവൽ റിജക്റ്റ് ആയപ്പോഴും ആ റിജക്റ്റ് ആയ നോവൽ ഒരു തവണ ഒരു നോവൽ എഴുതി നമ്മൾ സാധാരണ റൈറ്റേഴ്സ് ചിലപ്പോൾ പബ്ലിഷിംഗ് ഹൗസിന് കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ പബ്ലിഷർ അത് റിജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ വീട് പണിതും. അപ്പം ചെയ്തിട്ടുണ്ടാവുക, ഒരു നോവൽ എഴുതി ആ നോവൽ കൊടുത്തപ്പോൾ അത് റിജക്റ്റായി. അപ്പോൾ ആ സമയത്ത് ഒരു വീട് വെച്ചു. ആ വീട് വെച്ചിട്ട് വിൽക്കുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്താ ഉണ്ടായത്, ബെൻ ഹാഡ് ടു ഡ്രൗൺ ബിക്കോസ് ഹീ ബോട്ട് പ്ലോട്ട് 15. അങ്ങനെ 15ാമത്തെ പ്ലോട്ട് മേടിച്ച ആൾ, അതായത് ബെന്ന് മുങ്ങിയെന്നാവാം, മുങ്ങി മരിച്ചു എന്നാവാം ഉദ്ദേശിക്കുന്നത്. ആൻഡ് എൻ്റെ 15ാമത്തെ ബുക്ക് എന്തിനെക്കുറിച്ചായിരുന്നു, അതിലെയും എന്താ പറയുന്നത് വിക്റ്റിമായിട്ടുള്ള ആൾ അതിൽ മുങ്ങി മരിച്ചു. അപ്പം ഇത് നമുക്ക് വായിക്കുമ്പോൾ എന്താ പറയുന്നത് അവരെഴുതിയ പോലെ തന്നെ റിയാലിറ്റിയിൽ സംഭവിച്ചു. ഇതൊരു ഫാൻറ്റസി ആയിട്ട് നമുക്ക് തോന്നാം, എഴുതുന്ന കാര്യം സംഭവിക്കുന്നു എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവർ കുറച്ചൊരു സൈക്കോപാത്തിക് ആയിട്ടുള്ളൊരു കാര്യമാവാം. കാരണം എന്താ പറയുന്നത് ഓരോ ബുക്ക് റിജക്റ്റ് ആകുമ്പോഴും ഞാൻ ഓരോ വീട് വെച്ചു. അങ്ങനെ 15ാമത്തെ വീട് മേടിച്ച ആൾ മുങ്ങി മരിച്ചു. ഞാൻ 15ാമത്തെ ബുക്ക് എഴുതിയതും അതിലെ ആളും മുങ്ങി മരിച്ചു എന്നുള്ളത് എന്താ പറയുന്ന ഒരു മേർഡർ എന്നുള്ളതിൻ്റെ ഒരു ഇതവിടെ കിടക്കുന്നുണ്ട്. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത പോലെ ഒരു എന്താ പറയുക സെൻസ് അവിടെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഫാൻറ്റസി ആയിട്ടും എടുക്കാം. അടുത്തത് ആൻ എൻറൈറ്റിൻ്റെ ഒരിതാണ്, ദ ഇൻ്റർനെറ്റ് എയ്റ്റ് മൈ നോവൽ ബട്ട് ദിസ് ഈസ് മച്ച് മോർ ഫൺ. #career change, #no looking back. But #world so silent now. Hey. ഇതും കുറച്ച് ആസ് എ റൈറ്ററിൻ്റെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ പോലെയാണ് വരുന്നത്. അതായത് എങ്ങനെയാണ് നമ്മുടെ പുതിയ കാലത്തെ ഡിജിറ്റൽ മീഡിയയുടെ പോപ്പുലാരിറ്റി ട്രഡീഷണൽ റൈറ്റേഴ്സിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ട്രഡീഷണൽ റൈറ്റർ എങ്ങനെയാണ് ഒരു മോഡേൺ ലൈഫിനെ എങ്ങനെയാണ് അത് കൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വളരെയധികം കൂടിയത് കൊണ്ട് തന്നെ റീഡിങ് ഹാബിറ്റ്സ്, വായനാശീലം എല്ലാവരിലും കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കലായിട്ട് ബുക്ക് വായിക്കുന്നത് വളരെയധികം കുറവല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ആൾക്കാർ, അതായത് റൈറ്റേഴ്സിനെ അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവർ പറയുന്നത് ഇൻ്റർനെറ്റ് എയ്റ്റ് മൈ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചു എന്നുള്ള അർത്ഥമല്ല, നേരെ മറിച്ച് എഴുത്തിനെ ഇല്ലാതെയാക്കി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. അതായത് ഓൺലൈൻ വേൾഡിൻ്റെ ഒരു എന്താ പറയുന്നത് അതിപ്രസരം അവരുടെ എഴുത്തിനെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഷാഡോ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അവർ നിർത്തുന്നില്ല, ഷീ ഡിസൈഡ്സ് ടു മൂവ് ഓൺ, മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അതാണ് ബട്ട് ദിസ് ഈസ് മച്ച് മോർ ഫൺ. ഇത് രസമുണ്ട്, ഇതും
#കരിയർ ചേഞ്ച്, #നോ ലുക്കിംഗ് ബാക്ക്. കരിയർ ചേഞ്ച് ചെയ്യുകയാണ്, എഴുത്ത് വിടുകയാണ്. ഇനി ഇനി ഒരു തിരിഞ്ഞു നോട്ടം ഇല്ല, മുന്നോട്ട് പോവുകയാണ്. ബട്ട് #വേൾഡ് സോ സൈലൻറ്റ് നൗ. ഈ വേൾഡ് സോ സൈലൻറ്റ് നൗ എന്നുള്ളത്, അതായത് വേൾഡ് സോ സൈലൻറ്റ് നൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മൂകതയുണ്ട്. അത് കാണിക്കുന്നത് എന്തിനെയാണ്? ഒറ്റപ്പെടലിനെയാണ്. അതായത് ഈ ഇൻ്റർനെറ്റിൻ്റെ അതിപ്രസരം, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമൊക്കെ നമ്മളെല്ലാവരെയും ഒതുങ്ങി കൂടാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ലോൺലിനെസ്, ഒരു എംപ്റ്റിനെസ് ക്രിയേറ്റഡ് ആവുന്നുണ്ട് ഇവിടെ ഡിജിറ്റൽ ഏജിൽ. അപ്പോൾ അത് അവരെയും ബാധിക്കുന്നുണ്ട്. ആ ഒരു മൂകത, ആ ഒരു ഒറ്റപ്പെടൽ, ആ ലോൺലിനെസ്, ഏലിയനേഷൻ, അതിനെയാണ് അവർ ആ ലാസ്റ്റിലെ #, കൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ എന്നുള്ളത് ചിലപ്പോൾ ആരെങ്കിലും അഡ്രസ്സ് ചെയ്ത് വിളിക്കുന്നതായിരിക്കാം, അറ്റൻഷന് വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കാം, ആരുടെയും ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന രീതിയിലും ആ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 4 ട്വിറ്റർ ഫിക്ഷൻസാണ് നമുക്ക് പഠിക്കേണ്ടത്. 4 തരത്തിലുള്ളതാണ്. ആദ്യത്തെ ആണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, കുറച്ച് കോമിക് ഹിൻ്റ് ഉള്ളതാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കുറച്ച് സർക്കാസ്റ്റിക് ആണ്. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ഫാൻറ്റസിക്കലാണ്, കുറച്ച് സൈക്കോപാത്തിക്കുമാണ്, പക്ഷേ അതേസമയം കുറച്ച് സെൽഫ് റെഫറൻഷ്യലായിട്ടുള്ളൊരു ഇതും കൂടെയാണ്. ലാസ്റ്റിലെന്ന് പറയുന്നത് കുറച്ചും കൂടെ അതിന് ഒരു പ്ലേഫുൾനെസ് ഉണ്ട്. അതായത് അതിനകത്ത് കുറേ #ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അതേസമയം അത് ഒരു നമ്മളെ ഒരു തോട്ട് സ്ട്രൈക്ക് ചെയ്യുന്നതും കൂടെയാണ്. എത്രത്തോളം ഇൻ്റർനെറ്റ് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ. ഈ 4 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഈ മൊഡ്യൂളിൽ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.